നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ കോടതി വിധിന്യായത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ ദിലീപിനെതിരെ ആക്രോശമുയർത്തുന്ന ഫെമിനിസ്റ്റുകളുടെ വായ്ക്കുള്ളിൽ ആപ്പ് കയറുകയാണ്. ദിലീപിനെതിരെ ചാനൽ മുറികളിൽ നിന്ന് പടച്ചുവിട്ട കള്ളക്കഥകൾ കേട്ട് ദിലീപിനെ തൂക്കിലേറ്റണമെന്ന് ആക്രോശിക്കുന്ന ഭാഗ്യലക്ഷ്മിയെപ്പോലുള്ളവർക്ക് ഇനി തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും. ദിലീപിനെതിരെ പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ച തെളിവുകളെല്ലാം പച്ചക്കള്ളങ്ങൾ എന്നാണ് വിധിന്യായത്തിൽ കാര്യകാരണ സഹിതം സമർത്ഥിച്ചിരിക്കുന്നത്. പൾസർ സുനിയും ദിലീപും ഗൂഢാലോചന നടത്തിയെന്ന പ്രോസിക്യൂഷൻ വാദം തള്ളിക്കൊണ്ടാണ് നടിയെ ആക്രമിച്ച കേസിലെ വിധിന്യായം. ദിലീപും പൾസർ സുനിയും തമ്മിൽ നേരിൽ കണ്ടതിനും ഗൂഢാലോചന നടത്തിയതിനും ഒരു തെളിവുമില്ലെന്ന് വിധിന്യായത്തിൽ കോടതി ചൂണ്ടിക്കാണിക്കുന്നു. സൗണ്ട് തോമയുടെ സെറ്റിൽ സുനിയും ദിലീപും കൂടിക്കാഴ്ച നടത്തിയതിന്റെ തെളിവ് ഹാജരാക്കാൻ പ്രോസിക്യൂഷനായില്ല എന്നും വിധിന്യായത്തിൽ പറയുന്നു. സൗണ്ട് തോമ മുതൽ ജോർജേട്ടൻ സ്ഫൂരം വരെയുള്ള സിനിമാ സെറ്റുകളിൽ വെച്ച് പൾസർ സുനിയും ദിലീപും തമ്മിൽ ഗൂഢാലോചന നടത്തിയതിന് ഒരു തെളിവുമില്ല. 6 സ്ഥലങ്ങളിൽ കൂടിക്കാഴ്ച നടത്തിയെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ആരോപണം. 2013 ആലപ്പുഴയിൽ സൗണ്ട് തോമ സെറ്റിൽ തുടങ്ങിയതാണ് സുനിയുടെയും ദിലീപിന്റെയും സൗഹൃദമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ഹോട്ടൽ അർക്കേഡിയയിൽ ഗുണ്ടാതർക്കം പരിഹരിച്ചത് സുനിയാണ് എന്നും പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു. ഇതിന് തെളിവായി 650 രൂപയുടെ വൗച്ചറാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ തെളിവായി ഹാജരാക്കിയിരുന്നത്. എന്നാൽ അർക്കേഡിയയിൽ സുനി താമസിച്ചതിന് തെളിവ് ഹാജരാക്കാൻ പ്രോസിക്യൂഷനായില്ല. പക്ഷേ സൗണ്ട് തോമ സെറ്റിൽ ദിലീപും പൾസർ സുനിയും കൂടിക്കാഴ്ച നടത്തിയതിന് തെളിവില്ല. തൃശൂർ ജോയ് പാലസിൽ നിന്ന് സുനിൽ ദിലീപിനെ കണ്ടതിനും തെളിവ് ഹാജരാക്കാൻ പ്രോസിക്യൂഷനായില്ലെന്ന് വിധിന്യായത്തിൽ വിചാരണ കോടതി ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ കോടതി ഉത്തരവിനെതിരായ പ്രോസിക്യൂഷന്റെ അപ്പീൽ നടപടികൾ തുടങ്ങി. അപ്പീൽ സാധ്യതാ റിപ്പോർട്ട് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന് ഇന്ന് കൈമാറും. ഈ ആഴ്ച തന്നെ അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ നീക്കം.